ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. മക്കൾക്ക് ഫീസ് അടയ്ക്കാൻ കയ്യിൽ പണമില്ല എന്ന് കമൻറ്റ് സെഷനിലൂടെ ഞാൻ വായിക്കാനിടയായി. ഇന്ന് ഈ പ്രഭാതത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ സകലത്തിൻ്റെയും ഉടയവനായ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലാണ് നാം പ്രാർത്ഥിക്കുന്നത്. മക്കളുടെ ഫീസ് അടയ്ക്കുവാൻ ഒരു പുതിയ വഴി കർത്താവ് തുറന്നു തരും. ഇന്ന് കർത്താവ് നിൻ്റെ കുടുംബത്തിൽ സന്ദർശിക്കും, നിൻ്റെ ഭവനത്തിൽ അവിടുന്ന് സന്ദർശിക്കും. രക്ഷകനായ ദൈവം സക്കേവൂസിനെ സന്ദർശിച്ച് ആ കുടുംബത്തിന് പൂർണ്ണ രക്ഷ നൽകിയതുപോലെ ഇന്ന് നിൻ്റെ മക്കളുടെ മേൽ അവിടുന്ന് രക്ഷ നൽകും. മക്കളുടെ ഭാവി അവിടുന്ന് സുരക്ഷിതമാക്കും. വിശ്വാസത്തോടെ ആവശ്യമായ സാമ്പത്തിക സഹായത്തിനു വേണ്ടി, മക്കളുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടി ഈ പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം: എൻ്റെ ദൈവം തൻ്റെ മഹിമയുടെ സമ്പത്തിൽ നിന്ന് ക്രിസ്തു യേശുവിലൂടെ നിങ്ങളുടെ സകല ആവശ്യങ്ങളും നിറവേറ്റിത്തരും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വീണ്ടും ഒരു പുതിയ പ്രഭാതം കാണാൻ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ആശീർവദിച്ചതിന് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ശ്വാസവും ജീവനും ഞങ്ങളുടെ എല്ലാം ഞങ്ങളുടെ ശരീരം മനസ്സെല്ലാം അങ്ങയുടെ ദാനമാണ്. ഇന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയും ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ, കുടിക്കുന്ന പാനീയങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് അനേകം മാതാപിതാക്കളുടെ ഹൃദയം ഭാരപ്പെട്ടിരിക്കുന്നു. മക്കളുടെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ കഴിയാതെ കണ്ണുനീരോടെ കഴിയുന്ന മാതാപിതാക്കൾ ധാരാളം ഈ ഭൂമിയിൽ ഉണ്ട്. കർത്താവേ, ഫീസ് അടച്ചില്ലെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കാൻ കഴിയില്ലെന്ന ഭയം ചില കുഞ്ഞുങ്ങളുടെ മനസ്സിനെ ഒത്തിരി വേദനിപ്പിക്കുന്നു. എന്ത് ചെയ്യും എന്ന ചോദ്യവുമായി ഉറങ്ങുകയും അതേ ചോദ്യവുമായി ഉണരുകയും ചെയ്യുന്ന മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ അങ്ങയുടെ കരുണയാൽ അങ്ങ് നോക്കണമേ. കരുണാമയനായ ദൈവമേ, അങ്ങ് അബ്രഹാത്തിന് മൊറിയാമലയിൽ തൻ്റെ മകനു പകരം ആട്ടിൻകുട്ടിയെ ഒരുക്കിയ ദൈവമാണ്. 5 അപ്പവും 2 മീനും കൊണ്ട് അവിടുന്ന് 5000 പേരെ തൃപ്തിപ്പെടുത്തിയ ദൈവമാണ്. ഒരു വിധവയുടെ എണ്ണ തീരാതിരിക്കാൻ അത്ഭുതം ചെയ്ത കർത്താവായ ദൈവമാണ് അങ്ങ്. അതേ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവായ യേശു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, മക്കളുടെ വിദ്യാഭ്യാസത്തിനായി ആവശ്യമായ സാമ്പത്തിക അനുഗ്രഹം ഇന്ന് നീ എല്ലാ മാതാപിതാക്കൾക്കും നൽകണമേ. അടഞ്ഞിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ വാതിലുകളെ, സമ്പത്തിൻ്റെ വാതിലുകളെ നീ തുറക്കണമേ. പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ സഹായം ഇവർക്ക് നൽകണമേ. നല്ല മനസ്സുള്ള ആളുകളെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് അയക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകി അവരെ സഹായിക്കണമേ. വ്യാപാരം ചെയ്യുന്നവർക്ക്, ബിസിനസ് ചെയ്യുന്നവർക്ക് അനുഗ്രഹങ്ങൾ നൽകണമേ. ശമ്പളം വൈകുന്നവർക്ക് വേഗത്തിൽ ശമ്പളം ലഭിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകളുടെ നടുവിൽ കഴിയുന്നവർക്ക് ആശ്വാസത്തിൻ്റെ വഴി കാണിച്ചു തരണമേ. എല്ലാ കടങ്ങളും കൊടുത്തു തീർക്കാനുള്ള സാമ്പത്തിക അനുഗ്രഹം നൽകണമേ. കർത്താവേ, ജീവിതത്തിൽ ഉടനീളം ആവശ്യമായ സാമ്പത്തികം നൽകി മക്കൾക്കും കുടുംബത്തിനും വേണ്ട ആവശ്യമായ സാമ്പത്തികം നൽകി വരുമാനം നൽകി ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഫീസ് അടയ്ക്കാൻ കഴിയാത്തതിനാൽ
ഒരു കുട്ടിയും അപമാനിക്കപ്പെടാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പഠനം അവർക്ക് മുടങ്ങാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുട്ടിക്കും പഠിക്കാനുള്ള അവകാശം അങ്ങ് സംരക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവർ പഠനത്തിൽ ഉയർച്ചയുണ്ടാവുകയും അങ്ങയുടെ മഹത്വത്തിനായി അവർ പഠിക്കുന്നതെല്ലാം ഉപയോഗപ്രദമാക്കാനും ഞങ്ങളുടെ മക്കളെ നീ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. യേശുവേ, എല്ലാ ഭയത്തെയും ദുഃഖത്തെയും നിരാശയെയും ഇല്ലായ്മയെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. അവരുടെ പഠനത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥയെ സമർപ്പിക്കുന്നു. മക്കളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു. സാമ്പത്തികമില്ലാത്തതിനാൽ ഞങ്ങൾ പല കാര്യങ്ങളും മാറ്റിവെക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളെ ആശീർവദിക്കണമേ. അങ്ങ് ദാനമായി നൽകിയ മക്കളെ അവരുടെ ആഗ്രഹങ്ങൾ ചിലതെങ്കിലും സാധിച്ചു കൊടുക്കാൻ മാതാപിതാക്കളായ ഞങ്ങൾക്ക് നീ ശക്തി തരണമേ. സാമ്പത്തികമില്ലാത്തതിനാൽ ഞങ്ങൾ മാറ്റിവെക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനത്തിൽ ഞങ്ങൾ പൂർണ്ണമായും നിലയുറപ്പിക്കുന്നു. എൻ്റെ ദൈവം തൻ്റെ സകല ആവശ്യങ്ങളും നിറവേറ്റിത്തരും. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ നിറവേറ്റും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ, വീടുകളിൽ, ഭവനത്തിൽ സമാധാനം നിറയ്ക്കണമേ. നിരാശയ്ക്ക് പകരം പ്രത്യാശ നൽകി, കണ്ണുനീരിനു പകരം സന്തോഷം നൽകി, സാമ്പത്തിക അത്ഭുതങ്ങളുടെ വാതിലുകളെ ഇന്ന് നീ തുറക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ കുടുംബത്തെയും, ഓരോ മകനെയും മകളെയും, ഓരോ വിദ്യാർത്ഥിനികളെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ ഭാവി കർത്താവേ അങ്ങയുടെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കട്ടെ. വിദ്യാഭ്യാസത്തിനായി ആവശ്യമായ എല്ലാ ചെലവുകളും അത്ഭുതകരമായി ഈ കുഞ്ഞുങ്ങളിലേക്ക് നീ എത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം അങ്ങയുടെ കൃപയിലും സംരക്ഷണത്തിലും ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഓരോ ചുവടുവയ്പ്പിനെയും അവിടുന്ന് നയിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, മക്കളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ യാത്രകളെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നീ സാധിച്ചു തന്ന് ഇന്ന് അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി, സന്തോഷത്തിൻ്റെ ദിവസമാക്കി ഞങ്ങളെ സഹായിക്കണമേ. ഈ സമയം ഞങ്ങളുടെ എല്ലാ മക്കളെയും, പഠിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന മക്കളുടെ ആവശ്യങ്ങളെ നീ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കണമേ. പ്രത്യേകമായി ഞങ്ങളുടെ മക്കൾക്ക് സ്കൂളിലും, ഞങ്ങളുടെ ഭവനത്തിലും, വഴിയിലും, യാത്രയിലും, കൂട്ടുകാരുടെ ഇടയിലും, മറ്റുള്ളവരുടെ ഇടയിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നീ സുരക്ഷിതത്വം നൽകണമേ. ലോകത്തിൻ്റെ ദുശീലങ്ങളിൽ നിന്ന്, തിന്മയുടെ ആസക്തിയിൽ നിന്ന്, പൈശാചിക ശക്തികളിൽ നിന്ന്, ശത്രുവിൻ്റെ കെണികളിൽ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മക്കളെ, പഠിക്കുന്ന എല്ലാ മക്കളെയും നീ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ. നിന്റെ കരങ്ങളിൽ ഞാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. അറിഞ്ഞോ അറിയാതെയോ കർത്താവേ, അവർ വീണുപോകാൻ നീ അനുവദിക്കരുതേ. ഞങ്ങളുടെ മക്കളെ നീ പ്രത്യേകം സംരക്ഷിക്കണമേ. ഞങ്ങളുടെ മക്കളെ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ വളർത്തുവാൻ, ഉപദേശിക്കുവാൻ ഞങ്ങൾക്ക് ജ്ഞാനം നൽകി മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളുടെ ഫീസ് കൊടുക്കാൻ പണമില്ല എന്ന് ആവശ്യപ്പെട്ട എല്ലാ മാതാപിതാക്കൾക്കു വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരുടെ കണ്ണുനീർ നീ ഒപ്പണമേ. ഈ പ്രാർത്ഥനയിലൂടെ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നീ ചെയ്ത് മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വേദനിക്കുന്ന മാതാപിതാക്കളുടെ എല്ലാ വേദനയും മാറ്റി, നിരാശ മാറ്റി, ഇന്ന് എല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരുടെയും മേൽ കരുണ തോന്നി നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയെല്ലാം നീ കേട്ട് ഉത്തരം നൽകി ഇന്നത്തെ ദിവസം മുഴുവനായി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ അനുഗ്രഹങ്ങളാലും നമ്മെ നിറയ്ക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ മക്കൾ മാതാപിതാക്കളുടെ വേദനകളും കഷ്ടപ്പാടുകളും മനസ്സിലാക്കി പൂർണ്ണ മനസ്സോടെ അവർ പഠിക്കുന്നതിന് കഠിനാധ്വാനം ചെയ്ത് പഠിച്ചതെല്ലാം മനസ്സിലാകാനുള്ള ബുദ്ധിയും ജ്ഞാനവും നൽകി ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിലൂടെ പിതാവായ ദൈവമേ, മക്കളുള്ള എല്ലാ മാതാപിതാക്കളുടെയും കണ്ണുനീർ നീ ഒപ്പി മക്കളുടെ ആവശ്യങ്ങൾക്കുള്ള മാതാപിതാക്കളുടെ അധ്വാനത്തെ സമർത്ഥമായി നീ അനുഗ്രഹിക്കണമേ. ഒന്നിനും കുറവില്ലാത്തവരായി ഇന്ന് നീ ഞങ്ങളെ ഓരോരുത്തരെയും ആശീർവദിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ പ്രാർത്ഥന ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.